നെയും നമുക്ക് പ്രണമിക്കാം. അതിന് പറയുന്ന മംഗളാചരൺ എന്നാണ്. നമ്മൾ എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മള് ഗുരുക്കളെയും ഭഗവാനെയും നമ്മൾ ചിന്തിക്കണം, അല്ലെ? അതിനാണ് മംഗളാചരൺ എന്ന് പറയും. അത് ഞാൻ പറയാണ്. ഹരേ കൃഷ്ണ എന്ന് ലാസ്റ്റ് പറയുമ്പം നിങ്ങളും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി പദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. ഹരേ കൃഷ്ണ കരുണാ സിന്ധു സപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഇന്ന് എത്ര കുട്ടികള് ചൊല്ലിയിട്ടു, പോസ്റ്റ് ചെയ്തു? 1 2 3 5 പേരാണെന്ന് തോന്നുന്നു. 5 പേര്. സനിൽ നിന്ന് എന്ത് പറ്റി? സനിൽ കേറിയിട്ടുണ്ടോ ക്ലാസ്സില്? ഇല്ല. അനാമിക മിടുക്കി കുട്ടിയായിട്ട് 3 ശ്ലോകങ്ങൾ ഇട്ടു അല്ലേ? മിടുക്കി. പിന്നെ ഒരാളും കൂടെ ഇന്ന് 4 ശ്ലോകം ഇട്ടെന്ന് തോന്നുന്നു. ആരായിരുന്നു അത്? പേര് ഇട്ടിട്ടില്ല ആ കുട്ടി, അത് കാരണം എനിക്ക് പേരറിയില്ല. സഞ്ജനയാണോ? സഞ്ജനയല്ല, കലാമാന്ന് തോന്നുന്നു പേര്. കലാന്നാണോ പേര്? അവസാനം ഇട്ടതാണോ മാതാജി? അതെ അതെ. ആരാത്? ആരാണ്? മാതാജി.
ഹരേ കൃഷ്ണമ്മ. അത് കൽപ്പ. കൽപ്പാന്ന്. ആ ആ, കൽപ്പാന്നാണ് കുട്ടിയുടെ പേരല്ലേ? കുട്ടിയല്ല, അത് എന്റെ അനിയത്തിയാണ് മാതാജി. അത് ശരി. കുട്ടി. ആ 3 ശ്ലോകങ്ങൾ ഇട്ടു അല്ലേ? 10.8, 9, 10. ഇനി അതെ. 11 കൂടിയുണ്ട്. അപ്പൊ അറിയാം, നേരത്തെ അറിയാമല്ലേ ഈ ശ്ലോകങ്ങളൊക്കെ? ആ, ആ പിന്നെ ദേവ് എന്താണ് ഒന്നും ഇടാത്തത്? ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ. ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം. ഇത് കാണാമോ എല്ലാവർക്കും? ആ അതിൻ്റെ അകത്ത് ഞാൻ എഴുതുന്നുണ്ട്. BG 15.15 എന്ന് പറഞ്ഞാല് ഭഗവത്ഗീതയില് 15th chapter 15th verse ആരൊക്കെ പാടി എന്ന് നോക്കിയേ. മഞ്ജിമ, അനാമിക, സഞ്ജന, പിന്നെ രമ എന്ന് പറയുന്ന അമ്മയുടെ പേരാന്ന് തോന്നുന്നു. ആരാണ് രമയുടെ മോള്? വന്നിട്ടില്ലേ? ആ രമ രാജീവന്റെ മോളാണോ മോനാണോ? ഹരേ കൃഷ്ണ മാതാജി. അത് ഞാൻ ക്ലാസ് ഇങ്ങനെ കേറുന്നുള്ളൂ. മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. അവരെ ഇതിലേക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവര് വെക്കേഷന് വീട്ടിൽ പോയിരിക്കാണ്, ഇവിടെ ഇല്ല. ആണോ? പക്ഷേ ഒരു വേഴ്സ് ഇട്ടല്ലോ, 15.15 പാടിയിരുന്നല്ലോ, ഇല്ലേ? ഇല്ല മാതാജി, ഞാനാവില്ല, വേറെ രമ്യാവും. വേറെ രമയായിരിക്കും എന്നാല്. ഓക്കെ. ഓക്കെ. നല്ലോണം പാടുകയും ചെയ്തു ആ കുട്ടി. ആണോ? പിന്നെ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന സഞ്ജനയാണോ? ഹരേ കൃഷ്ണ എന്ന് വാട്സാപ്പിൽ എഴുതിയിരിക്കുന്നത് അറിയില്ല. ആണല്ലേ? സഞ്ജനയാണ്. ഓക്കെ. ഇന്ന് ഞാൻ ഒരു അനൗൺസ്മെന്റ് തരികയാണ്. അത് നമ്മള് ഈ വെക്കേഷൻ 31-ാം തീയതി വരെയാണ് അല്ലേ വെക്കേഷൻ ഉള്ളത്. 1-ാം തീയതി സൺഡേയാ, നിങ്ങളുടെ സ്കൂള് തുറക്കുന്ന 2-ാം തീയതിയാണെന്ന് തോന്നുന്നു. അപ്പൊ 31-ാം തീയതി നിങ്ങൾ ബിസി ആയിരിക്കും അല്ലേ? യൂണിഫോം വാങ്ങാനും ബാഗ് വാങ്ങാനും പെൻസിൽ ബോക്സ് വാങ്ങാനും ഒക്കെ നിങ്ങൾ ബിസി ആയിരിക്കും. അപ്പൊ 24th എന്ന് പറയുന്ന അതിന് മുമ്പത്തെ സാറ്റർഡേ ആണ്. ആ സാറ്റർഡേ നമ്മളൊരു കോമ്പറ്റീഷൻ വെക്കുകയാണ്, ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ല. നമ്മൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ട്, ആ കുളത്തോ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ, ഈ ശ്ലോകങ്ങളുടെ കോമ്പറ്റീഷൻ വെക്കും. എന്തു പറയുന്നു? ഇഷ്ടമാണോ അത്? അപ്പോഴത്തേക്ക് നമ്മൾ 30 ശ്ലോകം പഠിച്ചിരിക്കണം. 30 ശ്ലോകാസ്. നമ്മൾ എല്ലാ ദിവസവും ഓരോന്ന് പഠിച്ച് ആ ദിവസം ആകുമ്പോഴത്തേക്ക് 30 ശ്ലോകം പഠിച്ചിരിക്കണം. എന്നിട്ട് ഞാനിപ്പോ പറയും 15.15 പറഞ്ഞേ ദേവ് എന്ന് പറയുമ്പം ദേവ് 15.15 അവിടെ വെച്ച് പറയണം. അപ്പൊ അറിഞ്ഞിരിക്കണം 15.15 എന്ന് പറഞ്ഞാൽ ഏത് ശ്ലോകമാണെന്ന് അറിഞ്ഞിരിക്കണം. അത് മാത്രല്ല, ഇനി തൊട്ട് നിങ്ങൾ ശ്ലോകങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പം ശ്ലോകം മാത്രം പോരാ, അതിന്റെ ട്രാൻസ്ലേഷനും കൂടി പറയണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് 10.8 പഠിച്ചില്ലേ, അഹം സർവസ്യ പ്രഭവോ എന്ന്. അപ്പം നിങ്ങൾ ആ ശ്ലോകവും എഴുതണം, വോയിസ് മെസ്സേജ് ഇടണം. അതിൻ്റെ ഒപ്പം തന്നെ പറയണം, ഐ ആം ദ സോഴ്സ് ഓഫ് ഓൾ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡ്സ്, ഫ്രം മീ എവറിത്തിങ് എമിനേറ്റ്സ്. അങ്ങനെ ആ ട്രാൻസ്ലേഷനും കൂടി പറയണം. അപ്പൊ ആ കോമ്പറ്റീഷന്റെ സമയത്ത് നിങ്ങൾ രണ്ടും പറയണം, ശ്ലോകവും പറയണം, നിങ്ങൾ ആ ട്രാൻസ്ലേഷനും പറയണം. അപ്പൊ ഞാൻ ചോദിക്കും, ഓക്കെ, പ്രവർത്തതേ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആൻസർ പറയണം. പറ്റില്ലേ? അനാമിക മാത്രം ശ്രദ്ധിച്ച് കേൾക്കുന്നത്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. എന്താ വീഡിയോ ഓൺ ചെയ്യാത്ത ആരും?
എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ നിങ്ങള് അത് അപ്പൊ ശ്ലോക പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ ട്രാൻസ്ലേഷൻ ഐദർ ഇംഗ്ലീഷ് ഓർ മലയാളം. നിങ്ങൾക്ക് മലയാളം കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ മലയാളം ട്രാൻസ്ലേഷൻ. പിന്നെ ഞാൻ ആ കോമ്പറ്റീഷന് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഞാനായിരിക്കില്ല, വേറൊരു ജഡ്ജിനെ ഞാൻ കൊണ്ടുവരും. ആ ജഡ്ജായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ നല്ലോണം പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കും കൂടെ നാണക്കേടാവും. ഇങ്ങനെയാണോ പഠിപ്പിച്ചതെന്ന് ചോദിക്കും, ഇല്ലേ? അപ്പം നിങ്ങള് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ചോദിക്കും, എന്താണ് സർവസ്യ, എന്താണ് അർത്ഥം എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം എന്താണ് അർത്ഥം, അങ്ങനെ ചോദിക്കും. ഓക്കെ. അപ്പൊ ഇനി പഠിക്കുമ്പോഴ് ഞാൻ ചൊല്ലിയിടുമ്പോ ഞാൻ അതിൻ്റെ അകത്ത് പറയാറുണ്ട് അല്ലേ, സർവസ്യ എന്ന് വെച്ചാൽ ഇതാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ അത് കേട്ട് മനസ്സിലാക്കണം. ഓക്കെ കേട്ടോ. എന്നിട്ട് പ്രൈസ് ഒക്കെ ഉണ്ട്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അന്ന്. അപ്പൊ ഇതുപോലെ 3-4 പേര് മതിയോ നമുക്ക് ക്ലാസ്സില്? 3-4 പേര് തമ്മിൽ എന്ത് കോമ്പറ്റീഷനാ? നമുക്ക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 50 പേരെങ്കിലും വേണം അല്ലേ? ആ 50 പേരില് ഫസ്റ്റ് ആയാലല്ലേ അതിലൊരു രസമുള്ളൂ. അല്ലാതെ 5 പേരിൽ ഞാൻ ഫസ്റ്റായി എന്ന് പറയുന്നതിൽ ഒരു ക്രെഡിറ്റും ഇല്ല. അപ്പൊ നിങ്ങൾ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവരണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ എല്ലാരും ഒരാളെ കൂടുതൽ കൊണ്ടുവരണം നാളെ ക്ലാസ്സിന്. പറ്റുമോ? മഞ്ജിമയെ കാണുന്നില്ലല്ലോ. ആ, കൊണ്ടുവരാമോ ഒരു ആരെങ്കിലും കൂട്ടുകാരിയെ? നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കുറെ കൂട്ടുകാരില്ലേ? വെക്കേഷൻ ആണെങ്കിലും നിങ്ങൾ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യില്ലേ? അപ്പൊ ആ കുട്ടികളുടെ അടുക്ക പറയണം ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരിയെയും കൂടെ കൊണ്ടുവരണം. ഓക്കെ. ദേവിന് പറ്റുമോ കൊണ്ടുവരാൻ ഒരാളെയും കൂടെ? ഓക്കെ. അപ്പൊ പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, പ്രോജക്റ്റ് വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് തരുമോ? നിങ്ങൾക്ക് വെക്കേഷനിൽ ചെയ്യാൻ ഒരു ഹോംവർക്ക് തരും അല്ലേ, പ്രോജക്റ്റ് തരാറുണ്ടോ? എന്നിട്ട് വെക്കേഷൻ കഴിയുമ്പോൾ ചെല്ലുമ്പം അത് ചെയ്തുകൊണ്ട് പോകണം. ചിലപ്പം നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പറയും നിങ്ങൾ കുറേ ബേർഡ്സിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചോണ്ട് വരണം, അങ്ങനെയൊക്കെ ഓരോ പ്രോജക്റ്റുകൾ തരും. എനിക്കറിയില്ല ഇവിടെ അങ്ങനെ ഉണ്ടോന്ന്. അങ്ങനെ തരാറുണ്ടോ പ്രോജക്റ്റ് വർക്ക് വെക്കേഷന്? കാണണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നാളെ തന്നെ ഒന്നും തരണ്ട, നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഓരോ ക്ലാസ്സിൽ പറയുന്നതിൻ്റെ അകത്ത് ആ ആൻസേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ഞാൻ പറയും. അപ്പൊ ആ ആൻസേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അവസാനം ആ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ പറയണം. ഓക്കെ. എന്താണ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഞാൻ നാളെ ഇത് വാട്സാപ്പിൽ ആ ക്വസ്റ്റ്യൻ എഴുതുകയും ചെയ്യും. വൈ ആൻഡ് ഹൗ can we remember Krishna all the time? And how and why and how should we love him? Question മനസ്സിലായോ? ഇല്ല അല്ലേ? എന്തിനാണ് നമ്മൾ കൃഷ്ണനെ ഓർക്കേണ്ടത്? എല്ലാ സമയവും നമ്മൾ എല്ലാ സമയവും കൃഷ്ണനെ ഓർക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്തിനാണ്. പിന്നെ ഹൗ, എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റും കൃഷ്ണനെ? എല്ലാ സമയവും 24 hours നമ്മൾ കൃഷ്ണനെ ഓർക്കണം എന്നാണ് പറയുന്നത്. കൃഷ്ണൻ തന്നെ പറയുന്നു ഭഗവത്ഗീതയില്. കൃഷ്ണൻ പറയും, 8ാമത്തെ ചാപ്റ്ററിൽ പറയും, ആരാണ് മരണസമയത്ത് എന്നെ ഓർക്കുന്നത് അവര്
എൻ്റെ ധാമത്തിൽ എത്തും, എൻ്റെ കൃഷ്ണലോകത്തെ എത്തും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, എന്താ, നിങ്ങൾ എന്ത് ചിന്തിച്ചോ, നിങ്ങളുടെ മൂഡ് മരണസമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയും അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, അതുകൊണ്ട് അർജുന, നീ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നീ എന്നെ ഓർത്തുകൊണ്ട് ചെയ്യുക എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് 10ാമത്തെ ചാപ്റ്റർ ആവുമ്പം കൃഷ്ണനോട് അർജുനൻ ചോദിക്കും, കൃഷ്ണ, ഞാൻ എങ്ങനെ കൃഷ്ണനെ ഓർക്കുക, ഞാൻ എല്ലാ സമയവും എങ്ങനെ നിന്നെ ഓർക്കാൻ പറ്റും, ഏതൊക്കെ രൂപത്തിൽ നിന്നെ എനിക്ക് ഓർക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോഴാണ് കൃഷ്ണന്റെ വിഭൂതികളെല്ലാം പറയുന്നത്. കൃഷ്ണൻ പറയും, ഐ ആം ദ ടേസ്റ്റ് ഓഫ് വാട്ടർ. അത് 7ാമത്തെ ചാപ്റ്ററിലെ പറയും, ഞാനാണ് വെള്ളത്തിൻ്റെ സ്വാദ്, പിന്നെ ഞാനാണ് ഈ ഭൂമിയുടെ ഫ്രാഗ്രൻസ്, മണം, പിന്നെ ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ സൗണ്ട് എന്ന് പറഞ്ഞ ശബ്ദം, പിന്നെ പറയും ഞാനാണ് പാണ്ഡവരിൽ വെച്ച് ഞാൻ അർജുനനാണ്, ദേവന്മാരിൽ വെച്ച് ഞാൻ ഇന്ദ്രനാണ്, അങ്ങനെ പല പല സംഗതികൾ പറഞ്ഞിട്ട് അതെല്ലാം ഞാനാണെന്ന് പറയും. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കൃഷ്ണൻ പറയുന്ന എന്താണ്, ഈ നിങ്ങൾ ലോകത്ത് കാണുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൗന്ദര്യവും എല്ലാം എന്താ പറയുക, വിഭൂതികളുടെയും എല്ലാം ഉറവിടം ഞാനാണ്. എൻ്റെ ഒരു അംശം മാത്രമാണ് ഈ ഭംഗിയെല്ലാം. കൃഷ്ണന് 6 തരത്തിലുള്ള ഓപ്പുലൻസസ്, ഐശ്വര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ആ 6 തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്തിരി. ചിലവർക്ക് നല്ല സൗന്ദര്യം കാണും, ചിലവർക്ക് നല്ല വെൽത്ത് കാണും, ചിലവർക്ക് നല്ല ഫേമസ് ആയിരിക്കും അവര്. അങ്ങനെ പല പല ആൾക്കാർക്ക് ഇത്തിരി ആയിട്ട് ഓരോ ക്വാളിറ്റീസ് കൃഷ്ണന്റെ ഉണ്ട്. പക്ഷേ വളരെ കുറച്ച് കൃഷ്ണൻ പറയുന്നു, എൻ്റെ ഒരു അംശം, എൻ്റെ വിഭൂതികളുടെ ഒരു അംശം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് കാണുന്ന ഈ ഓരോ വണ്ടർഫുൾ തിങ്സിൽ. എല്ലാ അത്ഭുതകരമായ സംഗതികൾ നിങ്ങൾ ലോകത്ത് കാണുന്നതെല്ലാം എൻ്റെ വിഭൂതികളുടെ ഒരു അംശം മാത്രമാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. അപ്പം നിങ്ങൾ എന്ത് നല്ല സംഗതികൾ കണ്ടാലും നിങ്ങൾ ഓർക്കണം, ഓ, ഇതിൻ്റെ ഉറവിടം, ദ സോഴ്സ് ഈസ് കൃഷ്ണ, ആൻഡ് കൃഷ്ണ ഈസ് സോ മെനി ടൈംസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദിസ് എന്ന് തോന്നണം. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു ക്രിക്കറ്റർ, നിങ്ങൾക്ക് ഏത് ക്രിക്കറ്ററെ ഇഷ്ടം എന്ന് ചോദിച്ചപ്പം ഒരു കുട്ടി പറഞ്ഞു, ഇന്ന് ആ കുട്ടി ഉണ്ടോന്ന് എനിക്കറിയില്ല, വേറൊരു പേരായിരുന്നു അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞു വിരാട് കോഹ്ലിയാണ് ഇഷ്ടം. അപ്പൊ വിരാട് കോഹ്ലി എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നല്ല റൺസ് എടുക്കും, പിന്നെ ക്യാച്ചൊക്കെ എടുക്കും നല്ലോണം, അതുകൊണ്ട് ഇഷ്ടമാണ്. അപ്പോഴ് നമ്മൾ അത് കാണുമ്പോ വിചാരിക്കണം, കൃഷ്ണന്റെ ഒരു അംശമേ ആയിട്ടുള്ളൂ ആ ടാലന്റ്. കൃഷ്ണൻ അതിൻ്റെ എത്രയോ ടൈംസ് മോർ ടാലന്റഡ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ലോകത്ത് എന്ത് കണ്ടാലും നമുക്ക് പെട്ടെന്ന് കൃഷ്ണനെ ഓർമ്മ വരും അല്ലേ. ആരെങ്കിലും നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കണ്ട ഉടനെ, ഓ, കൃഷ്ണന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, കൃഷ്ണന്റെ സൗന്ദര്യം ഇതിനേക്കാളും ഉണ്ട്, കൃഷ്ണന്റെ സൗന്ദര്യം ഒരിത്തിരി ആ കുട്ടിക്ക് കാണുന്നതാണ് എന്ന് തോന്നും. അങ്ങനെ എല്ലാ എപ്പോഴും നമുക്ക് കൃഷ്ണനെ ഓർമ്മിക്കാൻ പറ്റും. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ, എന്തുകൊണ്ട് നമ്മൾ ഓർക്കണം കൃഷ്ണനെ എപ്പോഴും? പിന്നെ ഹൗ, എങ്ങനെ നമ്മൾ കൃഷ്ണനെ ഓർക്കും? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ എന്തിന് കൃഷ്ണനെ സ്നേഹിക്കണം? പിന്നെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ? നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പോരാ, അതുകൊണ്ട് എന്താണ് നമ്മൾ കൃഷ്ണനെ സ്നേഹിക്കുന്നു, ഓക്കെ, അത്രയും മതിയോ? നമ്മൾ കൃഷ്ണനെ
സ്നേഹിച്ചാൽ നമ്മൾ എങ്ങനെ അത് പ്രകടിപ്പിക്കും? ഹൗ ക്യാൻ യു ഷോ യുവർ ലവ് ടു ഗോഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നാളെ ഞാൻ ആ ക്വസ്റ്റ്യന് വാട്സാപ്പിലിടും, ഗ്രൂപ്പിലിടും. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ക്ലാസ് ഓരോരോ പോയിന്റ്സ് കിട്ടുന്നത് അത് എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കണം, എന്തിനായിരിക്കും നമ്മൾ കൃഷ്ണനെ ഓർക്കണം എന്ന് പറയുന്നത്? ഹരേ കൃഷ്ണ, മ്യൂട്ട് ചെയ്യണേ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ച് അതിൻ്റെ ഒരു ആൻസർ ഇന്നോ നാളെയോ അല്ല വേണ്ടത്. 24th നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും. ആ സ്ഥലം നമുക്ക് പിന്നെ നിശ്ചയിക്കാം. ഒന്നുമില്ലയോ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരണം, കരമനയിൽ വരണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാ നിങ്ങൾ? സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആക്കുളം അല്ലേ? ആക്കുളത്ത് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ അവിടെ വെച്ച് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. ആ കോമ്പറ്റീഷനിൽ പ്രൈസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ കാണും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും പറ്റില്ല. ദേവിന് സുഖമില്ലല്ലേ? സുഖമില്ലേ? ചുമയുണ്ടോ? ആ, അപ്പം നിങ്ങള് എല്ലാ ദിവസവും പറ്റില്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേ, ഇന്ന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നാളെ ഇന്നത്തെ ശ്ലോകം കൂടി പോസ്റ്റ് ചെയ്യണം പഠിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ എഴുതി വെക്കും ആരൊക്കെ പഠിച്ചു എന്നുള്ളത് ഞാൻ എഴുതി വെക്കും. അപ്പൊ എത്ര കുട്ടികളുണ്ടെന്ന് വെച്ചാൽ അത്രയും കുട്ടികൾ എഴുതണം. കൽപ്പ പറഞ്ഞു, സഞ്ജന, ദേവ് ഇതുവരെയും ഒന്നും എഴുതിയിട്ടില്ല, മഞ്ജിമയുണ്ട്. ഒന്നിട്ടിരുന്നോ? ഏത് പേരില? രമ. ആ, അത് മോനാണല്ലേ? ആ, ഞാൻ ഇവിടെ രമ എന്ന് എഴുതിയിട്ടുണ്ട് പെൻസിലില്. എനിക്ക് ആരാ പേരെന്ന് അറിയില്ലായിരുന്നു, മോന്റെ പേരറിയില്ലായിരുന്നു. നല്ലോണം പറഞ്ഞു കേട്ടോ മോന്, അസലായിട്ട് പറഞ്ഞു. നല്ല ട്യൂണുമാ മോന്റെ. ഇപ്പൊ മോൻ നല്ല വേഗം പഠിക്കാൻ പറ്റും മോന് കേട്ടോ. ഇനി നമ്മൾ ഒരു കൊച്ചു കൂട്ടുകാരൻ നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ഒരു കൊച്ചു കൂട്ടുകാരനുണ്ട്. പേര് അർജുൻ എന്നാണ്. ആ കുട്ടിയുടെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിനെ ക്ലാസ്സിൽ ചേർക്കാന്. പക്ഷേ ആ കുട്ടിക്ക് സുഖമില്ല. ഇപ്പൊ ഹോസ്പിറ്റലാണോ മാതാജി? സുഖമില്ല, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ് ആകുന്നു ആ കുട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും 3 തവണ ഹരേ കൃഷ്ണ ജപിക്കാം ആ കുട്ടിക്ക് വേണ്ടി. ആ കുട്ടി വേഗം സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തോ കേറിയോ കുട്ടി? ആ, വെരി ഗുഡ്. നമുക്ക് അർജുന് വേണ്ടി പ്രാർത്ഥിക്കാം. അർജുന് സുഖമായിട്ടിരിക്കാൻ വേണ്ടി. അർജുന് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കൃഷ്ണനോട്, അർജുന് പനി വരല്ലേ എന്ന്. എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് 3 തവണ നമുക്ക് ഹരേ കൃഷ്ണ ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. എന്നാലല്ലേ നമുക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ഹോംവർക്ക്. അപ്പൊ ഇനി തൊട്ട് നാളെ തൊട്ട് നമ്മൾ വേഴ്സ് പഠിക്കുമ്പം നമ്മൾ അതിൻ്റെ അർത്ഥം ട്രാൻസ്ലേഷൻ
എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ലേഷനും കൂടി പറയണം. ഓക്കെ. പിന്നെ പഠിച്ചു വെക്കണം അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്, ഇപ്പൊ ഓരോ വാക്കിന്റെ മീനിങ് എന്താണ്. ഇനി എന്തിനാ നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ പഠിക്കുന്നത്? സ്കൂളിൽ തന്നെ ധാരാളം പഠിക്കാനുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ ഇപ്പൊ ഒന്നുമില്ലാത്ത സാൻസ്ക്രിറ്റും കൂടെ തലയിൽ കയറ്റി വെക്കുക എന്തിനാണെന്ന് തോന്നും അല്ലേ? ഈ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ്. പറയുന്ന അത് ദേവന്മാരുടെ ലാംഗ്വേജ് ആണെന്നാണ്. അത് പഠിച്ചാല് ഭയങ്കര വൈബ്രേഷൻസ്, അത് ജസ്റ്റ് നമ്മൾ കേട്ടാൽ തന്നെ ഭയങ്കര വൈബ്രേഷൻസ് ഉണ്ടാവും നമ്മളുടെ ഉള്ളില്. എന്നിട്ട് നമ്മളെ പ്യൂരിഫൈ ചെയ്യും. അത് പറയുകയാണെങ്കിലും വളരെ നല്ല ഇഫക്റ്റീവാണ്. നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും ഒക്കെ കിട്ടും നമ്മൾ സാൻസ്ക്രിറ്റ് വേഴ്സസ് പറഞ്ഞ. എന്നിട്ട് പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്ന എന്താണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയയും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണ് അല്ലേ? അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഇത് നമുക്ക് നമ്മുടെ ബ്ലഡൊക്കെ പ്യൂരിഫൈഡ് ആകും. എന്നിട്ട് ഈ ജേംസിനെ എല്ലാം ഫൈറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഈ സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങൾ പഠിക്കാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് വോയിസ് മെസ്സേജ് ഇടണം എന്ന്. ഇപ്പൊ നാളെ ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 17 കുട്ടികൾ മാത്രം വേണമെന്നില്ല കേട്ടോ. അമ്മമാര് കയറിയിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കും ഇടാം, ഒരു പ്രോബ്ലവും ഇല്ല. എല്ലാവർക്കും നല്ലത് തന്നെയാ, കുട്ടികൾക്ക് മാത്രമല്ല. അപ്പൊ നിങ്ങൾ അത് ചൊല്ലിയിടണം. ഞാൻ ഇതുപോലെ ബുക്കിൽ എഴുതി വെക്കും. അപ്പൊ അതില് 5 മാർക്സ് എല്ലാവരും ഇത് ചെയ്യുന്നതിന് റെഗുലറായിട്ട് പോസ്റ്റ് ഇത് ശ്ലോകാസ് പഠിച്ച് പോസ്റ്റ് ചെയ്യുന്നതിനും മാർക്കുണ്ട്, 5% മാർക്ക്. അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സാൻസ്ക്രിറ്റ് ശ്ലോകാസ്. ഇനി നമുക്കൊരു കൊച്ചു കൃഷ്ണന്റെ കഥ പറയാം. ഇത്രയും ഭയങ്കര സാധനങ്ങളൊക്കെ പറഞ്ഞതല്ലേ, തലയിൽ മുഴുവനും ഓരോ ബേർഡൻ നിങ്ങൾക്ക് തന്നു ഞാൻ അല്ലേ? അപ്പൊ ഞാൻ ഇന്നൊരു കൊച്ചു കൃഷ്ണന്റെ കഥ പറയാം. കൃഷ്ണന്റെ കഥ എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഉണ്ടാകുന്നതിനും മുമ്പ്. കൃഷ്ണനെ എവിടെയാണ് അവതരിച്ചതെന്നറിയാമോ? കൃഷ്ണൻ ജനിച്ചത് എവിടെയാണെന്നറിയാമോ? അറിയാവുന്നവര് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. എവിടെയാ കൃഷ്ണൻ ജനിച്ചത്? ശരിക്കും കൃഷ്ണൻ ജനിക്കുകയല്ല കേട്ടോ, നമ്മളെ പോലെ ജനിക്കുകയല്ല കൃഷ്ണൻ. കൃഷ്ണനെ ഒക്കെ അവതരിക്കുക എന്നാ പറയുന്നത്. കൃഷ്ണന്റെ നമ്മൾ ജനിക്കുന്ന നമ്മൾക്ക് ജനിക്കണം എന്ന് തോന്നിയിട്ടല്ല നമ്മൾ ജനിക്കുന്നത്. നമ്മളെ ജനിപ്പിക്കുകയാണ്. വി ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ബർത്ത്. എന്നാൽ കൃഷ്ണൻ അങ്ങനെയല്ല. കൃഷ്ണന് തോന്നുമ്പോ, കൃഷ്ണന് വരണം എന്ന് തോന്നുമ്പോ കൃഷ്ണൻ ഇറങ്ങി വരാം ഭൂമിയിലോട്ട്. നമ്മളെ പോലെയല്ല. അപ്പൊ കൃഷ്ണൻ ജനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും കൃഷ്ണൻ ജനിക്കുകയല്ല, കൃഷ്ണൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. മധുര എന്ന് പറഞ്ഞു മഞ്ജിമ. മധുര ഓക്കെ, ആ സ്ഥലത്തിന്റെ പേര് മധുര. പക്ഷെ നമ്മളെ പോലെ ഒരു വീട്ടിലാണോ ജനിച്ചത്? വീട്ടിലാണോ ജനിച്ചത്? അമ്മയുടെ എവിടെയാ? ജയിലില് അല്ലേ? വെരി ഗുഡ്. ജയിലിലാണ് ജനിച്ചത്. നോക്കിയേ, ഭഗവാനാണെങ്കിലും ജയിലിലാ ജനിച്ചത്. അപ്പൊ ഭഗവാനും ഉണ്ട്. എല്ലാവർക്കും നല്ല കാലമേ വരുള്ളൂ എന്ന് വിചാരിക്കല്ലേ. ഭഗവാനും ചീത്തക്കാലം വന്നു കണ്ടോ, ജയിലിലൊക്കെ ജനിക്കേണ്ടി വന്നു. നല്ലൊരു പാലസിൽ ജനിക്കാമായിരുന്നു വേണമെങ്കിൽ അല്ലേ? പക്ഷേ ജയിലിലാ ജനിച്ചത്. ഇനി അച്ഛന്റെ അമ്മയുടെയും പേരറിയാമോ കൃഷ്ണന്റെ? അച്ഛന്റെ പേര് വസുദേവ. വെരി ഗുഡ്. വസുദേവൻ എന്നാണ് അച്ഛന്റെ പേര്. അമ്മയുടെ പേര് ദേവകിയും വസുദേവനും. അപ്പം അവരുടെ കല്യാണമായിരുന്നു.
കല്യാണമൊക്കെ കഴിഞ്ഞ് ആരായിരുന്നു തേരിൽ കൊണ്ടുപോവാണ് വീട്ടിൽ നിന്ന്, ദേവകിയുടെ വീട്ടിൽ നിന്ന് തേരില് വസുദേവനെയും ദേവകിയെയും വസുദേവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുക. നമുക്കും അങ്ങനെയല്ലേ, കല്യാണം പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കല്യാണം നടന്നു കഴിഞ്ഞിട്ട് ഒരു കാറില് ആണിന്റെ വീട്ടിൽ കൊണ്ടുപോകും അല്ലേ. അപ്പോഴ് ആരായിരിക്കും അത് കൊണ്ടുപോകുന്ന? ആ കുട്ടിയുടെ ബ്രദറോ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുപോവുക ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്. അങ്ങനെ അന്നത്തെ കാലത്ത് കാറല്ല, തേരാണ്, ചാരിയറ്റാണ്. അപ്പൊ ചാരിയറ്റില് ആരാണ് കൊണ്ടുപോയത്? ഈ ദേവകിയുടെ ബ്രദറായ കംസൻ. കംസന് ഭയങ്കര ഇഷ്ടായിരുന്നു ദേവകിയെ. അപ്പൊ ദേവകിയെ ചാരിയറ്റില് കൊണ്ടുപോവാണ്. അപ്പൊ കുറേ സ്വർണങ്ങളും കുറേ സംഗതികളൊക്കെ ഉണ്ട്, കുറേ മെയ്ഡ് സെർവൻസിനെയും എല്ലാം ഉണ്ട്. അതോടെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കും. അശരീരി എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയില്ല. ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം അല്ലെ. അശരീരി എന്ന് പറഞ്ഞാല് ശരീരമില്ലാതെ സൗണ്ട് മാത്രം. ഒരു സൗണ്ട് കേൾക്കും, സ്കൈന്ന് ഒരു സൗണ്ട് കേൾക്കും. എന്താ സൗണ്ട് പറയുന്നത്? ഒരു വോയിസ് കേൾക്കും. ആ വോയിസ് എന്താ പറയുന്നത്? കംസ, നീ എത്ര ഫൂളാണ്, നീ ഈ കൊണ്ടുപോകുന്ന ദേവകിയുടെ 8ാമത്തെ മോൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, എന്നിട്ട് നീ വലിയ സന്തോഷത്തിൽ അവരെ കൊണ്ടുപോവുക. ദേവകിയുടെ 8ാമത്തെ മകൻ നിന്നെ കൊല്ലും എന്ന് പറയും. അപ്പൊ കംസന് ഭയങ്കര ദേഷ്യം വരും ദേവകിയോട്. ഭയങ്കര, എന്നെ കൊല്ലുവോ നിന്റെ മോന്? എന്നാ നിന്നെ തന്നെ ഞാൻ ഇപ്പൊ കൊന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തലമുടി കയറി പിടിച്ച് കൊല്ലാൻ തുടങ്ങും. അപ്പൊ വസുദേവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അപ്പം പറയും, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് തെറ്റല്ലേ, നീ ഇത്രയും ഫേമസ് ഒരു കിങ് അല്ലേ, അപ്പൊ നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു സ്ത്രീയെ കൊല്ലുന്നത് പാപമല്ലേ? അതും നിന്റെ അനിയത്തിയെ തന്നെ കൊല്ലുന്നത് അതിലും പാപമല്ലേ? അതോ കല്യാണം കഴിച്ച സമയത്ത് അങ്ങനെ കൊല്ലാമോ? അത് മോശമല്ലേ? അതുകൊണ്ട് നീ വിട്. ദേവകി അല്ലല്ലോ കൊല്ലാൻ പോകുന്നത്, ദേവകിയുടെ മോനല്ലേ കൊല്ലാൻ പോകുന്നത്. ഇപ്പൊ ദേവകി എന്തിനാ കൊല്ലുന്നത്? ദേവകിയുടെ മോനെ കൊന്നാ പോരെ. അതുകൊണ്ട് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാന് ദേവകിക്കുണ്ടാകുന്ന എല്ലാ മക്കളെയും, 8ാമത്തെ മോനെ അല്ല, ആദ്യത്തെ മോനെ തൊട്ട് ഞാന് ജനിച്ച ഉടനെ കൊണ്ടുതരാം, കംസന്റെ കൈ കൊണ്ടുതരാം. നീ കൊല്ലണമെങ്കിൽ കൊന്നു അവരെ, പക്ഷെ ദേവകിയെ കൊല്ലല്ലെന്ന് പറയും. അപ്പൊ കംസൻ വിചാരിക്കും, അത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ ദേവകിയെ കൊല്ലുന്നത്, ദേവകിയുടെ മോനെ കൊന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞ് വിടും. അവിടെ വീട്ടിൽ കൊണ്ട് വിടും. അത് കഴിഞ്ഞ് 1ാമത്തെ കുഞ്ഞ് ജനിക്കും. 1ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പം വസുദേവന് ആ കുഞ്ഞിനെയും എടുത്തോണ്ട് കംസന്റെ അടുത്ത് പോകും. എന്നിട്ട് കംസന്റെ അടുക്ക പറയും, ദാ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞു, ദാ എടുത്തോ എന്ന് പറയും. അപ്പൊ കംസന് ഭയങ്കര അതിശയം വരും. എന്താന്ന് വെച്ചാൽ കൊല്ലാനാണ് കൊണ്ടു കൊടുക്കുന്നത് സ്വന്തം അച്ഛന് അല്ലേ. അപ്പം വിചാരിക്കും, ഓ എത്ര നല്ല മനുഷ്യനായി വസുദേവന്. അപ്പോഴ് എന്തിനാ ആദ്യത്തെ കുഞ്ഞിനെ തന്നെ കൊല്ലുന്ന? 8ാമത്തെ കുഞ്ഞിനെ ഇയാൾ കൊണ്ട് തരുമല്ലോ. അപ്പൊ 8ാമത്തെ കുഞ്ഞിനെ ഞാൻ കൊന്നോളാം, ഈ കുഞ്ഞിനെ നീ എടുത്തോണ്ട് തിരിച്ചു പൊക്കോ, നീ വളർത്തിക്കോളാം പറയും. അപ്പം ശരിയെന്നും പറഞ്ഞ് വസുദേവൻ ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് നാരദ മുനി കംസന്റെ അടുത്ത് ചെന്നിട്ട് പറയും, നീ എന്താ ഇങ്ങനെ വിട്ടിത്തരം കാണിക്കുന്നത്? നമുക്ക് എങ്ങനെ അറിയാം 8ാമത്തെ കുഞ്ഞാണോ കൊല്ലാൻ പോകുന്നതെന്ന്? ചിലപ്പോ ആദ്യത്തെ കുഞ്ഞ് തന്നെ കൊന്നാലോ. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണ്ട, നീ ആ കുഞ്ഞിനെയും കൊല്ലണം. അത് മാത്രമല്ല, നീ ദേവകിയെയും വസുദേവനെയും ജയിലിലിട്. അപ്പം കുഞ്ഞുണ്ടാവുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. മറ്റേ വേറെ വീട്ടിലാണെന്ന് വെച്ചാൽ ഉണ്ടായില്ല എന്ന് പറയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ജയിലിൽ പിടിച്ചിടുക എന്ന് പറയും നാരദ മുനി. എന്നിട്ട് പറയും, നിനക്കറിയാമോ വിഷ്ണുവിന്റെ അവതാരം വരാൻ പോവാണ്, കൃഷ്ണനാണ് കൊല്ലാൻ പോകുന്നതെന്നറിയാം.
അപ്പൊ കൃഷ്ണന്റെ അവതാരം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദേവന്മാരും ഓരോ യദു കുടുംബങ്ങളിൽ വന്ന് ജനിച്ചു കഴിഞ്ഞു. അപ്പൊ അവരെല്ലാം നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് കൃഷ്ണൻ നിന്നെ കൊല്ലാൻ സഹായിക്കാൻ വേണ്ടി ഓൾറെഡി അവരെല്ലാം ജന്മം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണ്ട 8ാമത്തെ കുഞ്ഞുണ്ടാകാൻ വേണ്ടി. നീ ഇപ്പോഴേ അവരെ ജയിലിൽ പിടിച്ചിട്, ഈ കുഞ്ഞിനെ നീ കൊന്നുകളയാൻ പറയും. അപ്പൊ കംസന് തോന്നും, ആ ശരിയാണ് പറഞ്ഞത്, 8ാമത്തെ കുഞ്ഞല്ലെങ്കിലോ, ചിലപ്പോ ഈ അശരീരി കള്ളത്തരം പറഞ്ഞാണെങ്കിലോ 8ാമത്തെ കുഞ്ഞെന്ന്, ചിലപ്പോ ആദ്യത്തെ കുഞ്ഞു തന്നെ എന്നെ കൊന്നാലോ എന്ന് വെച്ചോണ്ട് വസുദേവനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയാ കുഞ്ഞിനെ താ, എന്നിട്ട് നിങ്ങളെ ജയിലിൽ ഇടാൻ പോവാണെന്ന് പറഞ്ഞ് ജയിലിൽ പിടിച്ചിട്ടിട്ട് ആ കുഞ്ഞിനെ കൊല്ലും. പിന്നെ 2ാമത്തെ കുഞ്ഞ് ജനിക്കും. അപ്പൊ കംസന് നോക്കി നിൽക്കുകയായിരുന്നു എപ്പ കുഞ്ഞ് ജനിക്കുമെന്ന്. ജനിച്ച ഉടനെ ആ കുഞ്ഞിനെ കൊല്ലും. 3ാമതൊരു കുഞ്ഞുണ്ടായി, അതിനെയും കൊല്ലും. 4ാമതൊരു കുഞ്ഞുണ്ടായപ്പോ അതിനെയും കൊല്ലും. 5ാമതൊരു കുഞ്ഞുണ്ടായപ്പം അതിനെയും കൊല്ലും. 6ാമത്തെ കുഞ്ഞുണ്ടായപ്പോ അതിനെയും കൊല്ലും. അങ്ങനെ ഓരോ കുഞ്ഞുണ്ടാവുമ്പോഴും അതിനെ കൊന്നോണ്ടിരുന്നു. പിന്നെ 7ാമത്തെ കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് പറ്റി? വസുദേവര് ആ കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് രോഹിണിയുടെ വയറ്റിലേക്ക് മാറ്റിയ കുഞ്ഞിനെ. വസുദേവരല്ല, ഭഗവാന് ആ കുഞ്ഞിനെ രോഹിണി എന്ന് പറഞ്ഞ് വസുദേവർക്കുള്ള വേറെ ഒരു വൈഫാണ്. ആ വൈഫിന് ആ കുഞ്ഞിനെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം കംസൻ നോക്കുമ്പോ എന്താ, ആ കുഞ്ഞ് ഇല്ലാതായി, അബോർഷനായി, ആ കുഞ്ഞ് ഇല്ലാതായി, അത് ജനിക്കുന്നതിന് മുമ്പ് വയറ്റി വെച്ച് തന്നെ മരിച്ചു പോയി എന്ന് വിചാരിക്കും. പിന്നെ 8ാമത്തെ കുഞ്ഞാണ് കൃഷ്ണൻ അല്ലേ. 7ാമത്തെ കുഞ്ഞ് ശരിക്കും ബലദേവനായിരുന്നു. ബലരാം എന്ന് കേട്ടിട്ടില്ലേ? കൃഷ്ണന്റെ ബ്രദറാണ് ബലരാമൻ. അപ്പൊ ബലരാമനായിരുന്നു 7ാമത്തെ കുഞ്ഞ്. ആ കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രോഹിണിയുടെ വയറ്റിലേക്ക് മാറി അല്ലേ. അപ്പൊ രോഹിണിയാണ് ബലരാമന് ജന്മം കൊടുത്തത്. കുറച്ചു നാള് മാത്രമേ ദേവകിയുടെ വയറ്റിലിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ അത് രോഹിണിയുടെ വയറ്റിലോട്ട് മാറി. പിന്നെ 8ാമത്തെ കുഞ്ഞ് രാത്രിയാകുമ്പോ ഉണ്ടാകും. അത് കൃഷ്ണനാണ് അല്ലേ. അപ്പൊ നാളെ നമുക്ക് പറയാം അല്ലേ കൃഷ്ണൻ ഉണ്ടാകുന്ന കഥ. കൃഷ്ണൻ ഉണ്ടാകുമ്പം എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം നമുക്ക് നാളെ ഇനി ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോ 15 മിനിറ്റ്സേ ഉള്ളൂ. നിങ്ങളൊക്കെ ആഹാരം കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? അല്ലല്ലേ? ആഹാരം കഴിച്ചോ ഇന്ന്? കഴിച്ചില്ല. ഇല്ല. നിങ്ങൾ എപ്പോഴും രാത്രി ലേറ്റ് ആയിട്ടാണോ ആഹാരം കഴിക്കുന്നത്? എപ്പോഴും എത്ര മണിക്കാ? എത്ര മണിക്കാ? 9 o'clock കഴിക്കുന്നത്? അപ്പൊ എപ്പോഴാ ഉറങ്ങുന്നത് നിങ്ങള്? 9:30 ആവുമ്പോ. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുമോ? അത് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നടന്ന് കുറച്ച് ഇരുന്നിട്ട് കിടക്കും. അതെ ശരി. 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞേ ഉറങ്ങാവുള്ളൂ. ഇപ്പൊ നേരത്തെ ആഹാരം കഴിക്കണം. കഴിയുന്നത്തോളം ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ആഹാരം കഴിക്കണം. അപ്പം നമുക്ക് കുറച്ചു നേരം ലേറ്റ് ആയാലും സാരമില്ല. അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ, അയ്യോ ഈ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അവർക്ക് വിശക്കുന്നുണ്ടാവില്ലേ എന്ന് വിചാരിക്കും. ഇപ്പൊ ഇനി നമുക്ക് 15 മിനിറ്റ്സേ ഉള്ളൂ 9 ആകാൻ. അതുകൊണ്ട് നമുക്ക് ഇന്ന് അത് അവിടെ നിർത്തട്ടെ. കഥ നാളെ നമുക്ക് കൃഷ്ണൻ ഉണ്ടാകുന്ന കഥയൊക്കെ പറയാം. കണ്ടോ? ഇനി എന്താണ് പറയാനുള്ളത്? ഇന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. ആർക്കാണ്? എനിക്ക് തോന്നുന്നു ആതിരയ്ക്കല്ല, സഞ്ജനയാണെന്ന് തോന്നുന്നു. സഞ്ജനയുടെ അടുക്ക ഞാൻ എന്താ പഠിച്ചതെന്ന് ചോദിച്ചപ്പോ സഞ്ജന പറഞ്ഞു, ഇന്നലെ ഞാൻ 14 ലോകമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. സഞ്ജനയല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഞാൻ പ്രോമിസ് ചെയ്തതാണ് ഞാൻ സഞ്ജനയുടെ അടുക്കൽ അത് എങ്ങനെ ഈ ലോകമൊക്കെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാമെന്ന്. ഞാൻ കുറച്ച് പറയാം, അത് മുഴുവനും പറയാൻ പറ്റില്ല, അതിന് സമയമില്ല. ഞാൻ പറഞ്ഞു കൃഷ്ണനാണ്
ഏറ്റവും ടോപ്പ് മോസ്റ്റ്. കൃഷ്ണൻ എവിടെയാ? കൃഷ്ണന്റെ ലോകം എവിടെയാണെന്നറിയാമോ? ഗോലോകം എന്ന് പറയും. കൃഷ്ണന്റെ ലോകത്തിന്റെ പേരാണ് ഗോലോകം. അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റ്. ആ സ്പിരിച്വൽ വേൾഡിലും ഏറ്റവും ടോപ്പ് മോസ്റ്റില് ഗോലോകമാണ്. അവിടെയാണ് കൃഷ്ണൻ ഉള്ളത്. അപ്പൊ കൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയും. സുപ്രീം പേഴ്സൺ. സുപ്രീം എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേഴ്സൺ. അപ്പൊ കൃഷ്ണനിൽ നിന്ന് 3 പുരുഷ അവതാരങ്ങൾ ഉണ്ടാവും. കൃഷ്ണന്റെ അവതാരങ്ങളാണ് എന്ന് വെച്ചാൽ കൃഷ്ണൻ തന്നെ കൃഷ്ണന്റെ ഒരു അംശമാണ് വിത്ത് പവേഴ്സ് ലൈക്ക് കൃഷ്ണ. അപ്പൊ ആ കൃഷ്ണൻ അവതരിക്കും പുരുഷ അവതാരങ്ങൾ, 3 പുരുഷ അവതാരങ്ങൾ. അതിലെ ആദ്യത്തെയാണ് മഹാവിഷ്ണു. മഹാവിഷ്ണു എന്നും പറയാം, കാരണോദകശായി വിഷ്ണു എന്നും പറയും. കാരണോദകശായി വിഷ്ണു. അപ്പൊ കാരണോദകശായി വിഷ്ണു, ഈ കാരണോദക എന്ന് പറയുമ്പോ കാരണം എന്ന് പറഞ്ഞാൽ എന്താ? കോസ്. നമ്മളെല്ലാം ജനിച്ചതിന്റെ, ഈ ക്രിയേഷനൊക്കെ ഉണ്ടായതിന്റെ കോസിന്റെ മലയാളമാണ് കാരണം, അല്ലെ? സാൻസ്ക്രിറ്റിലും കാരണം എന്ന് പറയും. അപ്പൊ അതിന്റെ കാരണമാണ് കാരണോദകശായി വിഷ്ണു. ഈ കാരണോദകശായി വിഷ്ണു എന്ന് പറയുന്ന കൃഷ്ണന്റെ ഒരു അവതാരമാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ശബ്ദ അവതാർ, പിന്നെ ഗ്രന്ഥാവതാർ എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ ഒരു അവതാരമാണ് ഈ കാരണോദകശായി വിഷ്ണു. അപ്പൊ ഈ കാരണോദകശായി വിഷ്ണു കാരണ സമുദ്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഷായി എന്ന് പറയുന്നത്. ഷായി എന്ന് പറഞ്ഞാൽ കിടക്കുക, അല്ലെ? അപ്പൊ അതിൽ കിടക്കുകയാണ്, ആ ഓഷനിൽ കിടക്കുകയാണ്. ആ ഓഷനിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം വിടുമ്പോ, ആ വിഷ്ണു ശ്വാസം വിടുമ്പോൾ കുറേ മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ആണ് ഇങ്ങനെ വരുന്നത് പുറത്ത്. അങ്ങനെയാണ് കുറെ മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ഉണ്ട് ഈ വേൾഡില്. ഈ മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് എങ്ങനെയാ വരുന്നത്? മഹാവിഷ്ണു ഒരു ശ്വാസം വിടുമ്പം എന്ന് പറഞ്ഞാൽ എക്സെയിൽ ചെയ്യുമ്പോ, ഇംഗ്ലീഷിൽ പറയുമ്പോ എക്സെയിൽ, അല്ലേ? ആ ശ്വാസം ഇങ്ങനെ വിടുമ്പോൾ കുറെ മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് വരും. ആ യൂണിവേഴ്സസിൽ ഒരു യൂണിവേഴ്സിലാണ് നമ്മളുള്ളത്. ആ ഓരോ യൂണിവേഴ്സില് ഈ കാരണോദകശായി വിഷ്ണു ഇനിയും അവതരിക്കും. ഇനിയും ഒരു അവതാരം കൂടെ എടുക്കും. ആ അവതാരത്തിന്റെ പേരാണ് ഗർഭോദകശായി വിഷ്ണു. ഗർഭം എന്ന് പറഞ്ഞാൽ ബേർത്തിനാണ്, അല്ലെ? ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്ന ഹു ഗിവ്സ് ബർത്ത് ടു ഓൾ ദ ലിവിങ് ബീയിങ്സ്. അതിനാണ് ഗർഭോദകശായി വിഷ്ണു. അപ്പം ഈ കാരണോദകശായി വിഷ്ണു ഇനി അവതരിച്ചിട്ട് ഗർഭോദകശായി വിഷ്ണു ആയിട്ട് ഓരോ യൂണിവേഴ്സ് ഒക്കെ റൗണ്ട് ആയിരിക്കും. സ്ഫിയർ കേട്ടിട്ടില്ലേ? സ്ഫിയർന്ന്, ഗ്ലോബ് പോലെ. അപ്പം ഓരോ യൂണിവേഴ്സിലും ഈ ഗർഭോദകശായി എൻ്റർ ചെയ്യും. എന്നിട്ട് അവിടെ കിടക്കും. ഹാഫ് ദി ഈ യൂണിവേഴ്സ് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളത്തില് ഗർഭോദകശായി ശയിക്കും, കിടക്കും. എന്നിട്ട് ആ ഗർഭോദകശായി, അപ്പം ഓരോ യൂണിവേഴ്സിലും ഓരോ ഗർഭോദകശായി വിഷ്ണു ഉണ്ട്. മഹാവിഷ്ണു ഒന്നേ ഉള്ളൂ. പക്ഷെ ഗർഭോദകശായി വിഷ്ണു എത്രയുണ്ട്? മില്യൺസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ there are millions of universes that come out from the ശ്വാസം, എക്സലേഷൻ ഓഫ് മഹാവിഷ്ണു. ശരിക്കും മഹാവിഷ്ണു എക്സൈൽ ചെയ്യുമ്പം ഓരോ നമ്മുടെ രോമങ്ങളില്ലേ, ഓരോ സ്കിന്നിൽ നമ്മുടെ രോമങ്ങളില്ലേ, ഓരോ രോമത്തിന്റെ പോറിൽ നിന്നും ഓരോ യൂണിവേഴ്സസ് വരികയാണ്. അത്രയും യൂണിവേഴ്സസ് ഇറങ്ങി വരും. അപ്പൊ ഈ ഓരോ യൂണിവേഴ്സില് ഗർഭോദകശായി വിഷ്ണു, വിച്ച് ഈസ് ആൻ ഇൻകാർണേഷൻ ഓഫ്
കാരണോദകശായി വിഷ്ണു. അത് ആ വിഷ്ണു അതിൽ ശയിച്ചിട്ട് പൊക്കിളില്, പൊക്കിളെന്ന് പറഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക്? പൊക്കിള അറിയാമോ? വയറിലുള്ളത് അല്ലേ? ആ പൊക്കിളിൽ നിന്ന് ഒരു താമരയുടെ സ്റ്റെമ്മ് വന്നിട്ട് ഒരു താമര വിടരും. ആ താമരയുടെ മുകളില് ബ്രഹ്മാവ് ഉണ്ടാവും. ഇത് ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന്, നാഭി എന്ന് പറയും സംസ്കൃതത്തില്, നാഭിയിൽ നിന്ന് ഒരു ലോട്ടസ് സ്റ്റെം വരും. എന്നിട്ട് ആ സ്റ്റെമ്മിന്റെ മുകളില് ഒരു ലോട്ടസ് ഫ്ലവർ. ആ ലോട്ടസ് ഫ്ലവറിലാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് വെച്ചാൽ അറിയാം അല്ലേ? ഈ ലോകത്തിൽ ഒരു ബ്രഹ്മാവ് ഉള്ളത് അറിയില്ലേ? ഈ യൂണിവേഴ്സിൽ. അപ്പൊ ഈ യൂണിവേഴ്സ്, നമ്മളുടെ യൂണിവേഴ്സ്, നമ്മൾ താമസിക്കുന്ന ഈ യൂണിവേഴ്സിലെ ബ്രഹ്മാവിന് 4 തലയുണ്ട്. അങ്ങനെ ഓരോ യൂണിവേഴ്സിലും ഓരോ ഗർഭോദകശായി വിഷ്ണു ഉണ്ട്. ആ ഓരോ ഗർഭോദകശായി വിഷ്ണുവിന്റെയും നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ വരും. ആ ഓരോ താമരപ്പൂവിലും ഓരോ ബ്രഹ്മാവുണ്ട്. ആ ഓരോ ബ്രഹ്മാവിന് പല തലകളാണ്. ചിലവർക്ക് 10 തലയുണ്ടാവും, ചിലവർക്ക് 100 തലയുണ്ടാകും. അങ്ങനെ പല തലകളുള്ള ബ്രഹ്മാക്കന്മാരാണ് ഓരോ യൂണിവേഴ്സിലുള്ളത്. എന്നിട്ട് ഈ 14 ലോകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ഈ യൂണിവേഴ്സിൽ 14 ലോകങ്ങളുണ്ട്. ഈ 14 ലോകങ്ങൾ എവിടെയാണെന്നറിയാമോ? ഈ ലോട്ടസ് സ്റ്റെമ്മിലാണ് ഈ 14 ലോകങ്ങളുള്ളത്. അപ്പൊ ഏറ്റവും മുകളില് ബ്രഹ്മാവ് താമസിക്കുന്ന താമരപ്പൂവ്, പിന്നെ ഓരോ വേറെ പ്ലാനറ്റ്സ്, അങ്ങനെ 14 പ്ലാനറ്റ്സ് ഇൻ ടോട്ടൽ ഉണ്ട്. അതില് നടുക്ക്, ഏകദേശം നടുക്കുള്ള പ്ലാനറ്റ് ആണ് ഏർത്ത്, നമ്മുടെ ഭൂലോകം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ നല്ല പ്രവർത്തികളൊക്കെ ചെയ്താൽ അടുത്ത ജന്മം നമ്മൾ മുകളിലുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ പോകും. സ്വർഗലോകം, നമ്മൾ എല്ലാവരും പറയുന്നത് സ്വർഗലോകം എന്ന് പറയും. സ്വർഗം മാത്രമല്ല, പല ലോകങ്ങളുണ്ട്. മഹർലോക, തപലോക, മഹർലോക, ഭൂർലോക, സ്വർലോക, പിന്നെ ബ്രഹ്മാവ് താമസിക്കുന്ന സത്യലോക, അങ്ങനെ പല ലോകങ്ങൾ. താഴെയും കുറെ ലോകങ്ങളുണ്ട്. അതല, വിതല, അങ്ങനെ പറഞ്ഞ് കുറെ 7 ലോകങ്ങളുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ നമ്മൾ മുകളിലോട്ടുള്ള ലോകങ്ങളിൽ പോകും. ചീത്ത പ്രവർത്തികൾ ചെയ്താൽ നമ്മൾ താഴോട്ടുള്ള ലോകങ്ങളിൽ പോകും. അപ്പം മുകളിലോട്ടുള്ള ലോകങ്ങളിൽ പോയാൽ നല്ല നല്ല കുറേ ആയുസ്സും നമുക്ക് കിട്ടും. 100 years ഒന്നുമില്ല, അവിടെ കുറേ ആയുസ്സുണ്ട്. ബ്രഹ്മാവിന് കുറേ മില്യൺസ് ഓഫ് ആയുസ്സാണ്. ആയുസ് എന്ന് പറഞ്ഞാൽ ഏജ് ഉണ്ട്. ഏജ് വരെയും ജീവിക്കും. നമ്മൾ 100 years മാക്സിമം അല്ലേ? അപ്പൊ അവരൊക്കെ കൂടുതൽ, അത്രയും കാലം നമുക്ക് അവിടെ പോയി സന്തോഷിക്കാം. അവിടെ നല്ല നല്ല എല്ലാ ഫെസിലിറ്റീസും അവിടെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഓൺ എയർപ്ലെയിൻ ഒക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ എയർപ്ലെയിൻ എടുത്ത് എല്ലായിടത്തും കറങ്ങുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് അവിടെ കൂടുതലുണ്ടാകും. പക്ഷേ ആ പുണ്യമൊക്കെ തീരുമ്പം നമ്മൾ ഡുന്നും പറഞ്ഞ് താഴോട്ട് വീഴും. ഈ ഏർത്തിൽ തന്നെ താഴെ വീഴും. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ എന്താ പറഞ്ഞ, ഈ ലോകം നോട്ട് ഓൺലി ഈ ഭൂലോകം മാത്രമല്ല, ഈ 14 പ്ലാനറ്ററി സിസ്റ്റമിലും എല്ലായിടവും ദുഃഖമേ ഉള്ളൂ. കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചുകൊണ്ട് ഇപ്പൊ അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ? പക്ഷെ അവര് ഹാപ്പിയാണോ? അല്ല, നമ്മളെക്കാളിലും സാഡാണ് അവര് പല സംഗതികളില്. അപ്പൊ കുറെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥം നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നല്ല. കുറെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതുപോലെ ദുഃഖങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഈ 14 പ്ലാനറ്റ്സിൽ എവിടെ പോയാലും നമുക്ക് ദുഃഖമേ ഉണ്ടാവുള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു, ഈ ലോകം
ദുഃഖാലയം അശാശ്വതം എന്ന് കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അവിടെ എവിടെ പോയാലും ഒടുക്കം ദുഃഖമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ മഹാവിഷ്ണു ഇങ്ങനെ ശ്വാസം വിട്ടപ്പം കുറെ ലോകങ്ങൾ പുറത്ത് വന്നല്ലോ. ഇനി ശ്വാസം എടുക്കുമ്പോഴെന്തു പറ്റും? ഈ ലോകങ്ങളൊക്കെ തിരിച്ചുള്ളിൽ കയറി പോകും മഹാവിഷ്ണുവിന്റെ. അപ്പം ഈ ലോകം നമ്മൾ കാണുന്ന ഈ യൂണിവേഴ്സസ് എല്ലാം, ഈ യൂണിവേഴ്സ്, നമ്മളുടെ ഈ യൂണിവേഴ്സിൽ 14 പ്ലാനറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ യൂണിവേഴ്സസ് ഉണ്ട് അല്ലേ. ആ യൂണിവേഴ്സസ് എല്ലാം അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ലൈഫ് എത്രയാണുള്ളത്? മഹാവിഷ്ണു ഒന്ന് ശ്വാസം വലിച്ചപ്പോൾ അത് വന്നു, ശ്വാസം എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം തിരിച്ചു കയറിപ്പോവും മഹാവിഷ്ണുവിന്റെ ഉള്ളിൽ തന്നെ, മൂക്കിക്കൂടി അങ്ങ് കയറിപ്പോവും. അത്രേ ഉള്ളൂ ലോകത്തിന്റെ ദീർഘം, ഡ്യൂറേഷൻ. അപ്പൊ പിന്നെ നമ്മളൊക്കെ അപ്പൊ ജീവിച്ചിരിക്കുകയായിരിക്കും ഈ ലോകത്ത്. അപ്പോഴായിരിക്കും പോകുന്നതിന് മുമ്പായിട്ട് വലിയ പ്രളയം വരും. പ്രളയം എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലഡ് വരും. അത് കഴിയുമ്പോഴോ ഭയങ്കര ചൂട് വരും. അങ്ങനെ ഭയങ്കര സഫറിങ് ആണ് ആ പ്രളയം വരുന്ന. അത് എൻഡാകാൻ പോകുന്നു, ഈ ലോകം എൻഡ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഫ്ലഡും ഈ ഫാമിൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഫാമിൻ എന്ന് പറഞ്ഞാൽ ഒന്നും ആഹാരം കഴിക്കാനില്ലാതെ ഭയങ്കര ചൂടായിരിക്കും. ചൂടെല്ലാം വരണ്ടു പോകും, വെള്ളമൊന്നും കിട്ടാതാകും, ചെടികളൊന്നും വളരാതാകും. എന്നിട്ട് എല്ലാവരും പട്ടിണി കിടക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് തിന്നും. അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുഞ്ഞുങ്ങളെ കടിച്ച് തിന്നും, എന്നുവെച്ചാൽ വിശന്നിട്ട്. അങ്ങനെ ഒരു സമയം വരും. അപ്പൊ നമ്മൾ അതിനൊക്കെ ഇരിക്കണോ? അതിലും ഭേദം നമുക്ക് ശാശ്വതമായ കൃഷ്ണലോകത്തിലോട്ട് പോവുകയല്ലേ നല്ലത്. ഈ പ്രളയമൊക്കെ വന്ന് നമ്മൾ നശിച്ചു പോകുന്നതിന് മുമ്പ് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ജന്മം തന്നെ പറ്റുമെങ്കിൽ നമ്മൾ തിരിച്ച് കൃഷ്ണലോകത്ത് പോകാനായിരിക്കണം നമ്മുടെ ശ്രമം. അതിനാണ് നമ്മൾ ഈ കൃഷ്ണ കഥയും നമ്മൾക്ക് ആ ലോകത്ത് പോണെങ്കിൽ ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മൾ പ്യുവറായിരിക്കണം. നമുക്ക് ഒരു ഇംപ്യൂരിറ്റീസും നമ്മളുടെ ഉള്ളിൽ കാണാൻ പാടില്ല. നമ്മൾ പറഞ്ഞു 6 കണ്ടാമിനേഷൻസ് ഉണ്ടെന്ന് അല്ലേ. 6 മാലിന്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളില്. എന്തൊക്കെയായിരുന്നു? നിങ്ങൾ മറന്നുപോയി, എനിക്കറിയാം. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സല്യം. നിങ്ങൾ ഓർത്താ മതി. KKLMMM. കെ കാമ, പിന്നെയുള്ള കെ ക്രോധ, പിന്നെ L ലോഭ, പിന്നെ 3 M ആണ്. എന്തൊക്കെയാണ്? മോഹ, മത, മാത്സല്യം. ഇത് നമ്മൾ സംസ്കൃതത്തിലല്ലേ മലയാളത്തിൽ പറയുമ്പോൾ. മലയാളത്തിലും സംസ്കൃതത്തിലും സെയിം തന്നെയാണ് വാക്കുകൾ, കാമ, ക്രോധ എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാമോ? കാമത്തിനാണ് ലസ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ L. പിന്നെ ആങ്കർ A. പിന്നെ 3ാമത്തെ എന്തായിരുന്നു? കാമ, ക്രോധ, ലോഭ. ലോഭ എന്ന് പറയുന്ന ഗ്രീഡ്, G. LAG, ലാഗ്. പിന്നെ ഇനി 3 കൂടിയുണ്ട്. അതെന്തായിരുന്നു? ഒന്ന് മോഹ. മോഹ എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ, ഇല്ലാത്തത് നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, അശാശ്വതമായതാണ് എന്ന്. അത് പെർമനന്റ് അല്ല. എന്നാലും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭ്രമിച്ചു പോകുന്നു. വി ഗെറ്റ് അട്രാക്റ്റഡ് ടു ഇറ്റ്. അതാണ് മോഹ എന്ന് പറയുന്നത്. നമുക്ക് മോഹം വരുന്നു ഇതെല്ലാം കാണുമ്പോൾ. ഈ ലോകത്തെ എല്ലാ കാര്യവും കാണുമ്പോൾ നമുക്ക് മോഹം തോന്നുന്നു. അതിനാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്, ഐ. പിന്നെയോ മത. മത എന്ന് പറഞ്ഞാൽ പ്രൈഡ്, നമുക്ക് അഹങ്കാരം, അതിന് P. പിന്നെ envy, E. അപ്പൊ എന്താണ്? LAGIPE ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. അപ്പം അത് കാണാതെ പഠിക്കണം. ദേവ് കണ്ടുപിടിച്ചു, LAGIPE. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ നാളെ ഞാൻ ഏതൊക്കെയാ 6 കണ്ടാമിനേഷൻസ് പറഞ്ഞാല്
ഇന്നലെ ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ മറന്നുപോയി. പക്ഷെ ഇനി മറക്കില്ല അല്ലേ? ഒന്നുമില്ലയോ മലയാളത്തിൽ ഓർക്കണം. 2K ഉണ്ട്, KKLMMM. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം തോന്നും ഓർക്കാൻ. അല്ലെങ്കിൽ LAGIPE. അപ്പൊ ഈ 6 കണ്ടാമിനേഷൻസ് കളഞ്ഞാൽ മാത്രമേ നമുക്ക് കൃഷ്ണന്റെ ലോകത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ കൃഷ്ണന്റെ ലോകത്ത് എന്തിനാ നമ്മൾ പോകുന്നത്? എന്താന്ന് വെച്ചാൽ ഇവിടെ അശാശ്വത, ഇവിടെയൊക്കെ ദുഃഖമാണ്. അതുകൊണ്ട് നമുക്ക് കൃഷ്ണന്റെ അടുത്ത് പോകാം. അത് ഒരിക്കലും നശിക്കാത്ത ലോകമാണ് സ്പിരിച്വൽ വേൾഡ്. എന്നിട്ട് കൃഷ്ണൻ എന്താ അവിടെ ചെയ്യുന്നതെന്നറിയാമോ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ, എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. അപ്പൊ ഒരു വലിയ മനുഷ്യൻ. അപ്പൊ നമുക്ക് ഈ CEO അല്ലെ പ്രൈം മിനിസ്റ്ററിനെയൊക്കെ കാണാൻ പേടിയല്ലേ? നമുക്ക് പ്രൈം മിനിസ്റ്ററിന്റെ അടുക്കൽ ഓടിപ്പോയി വർത്താനം പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുപോലെ ആയിരിക്കും കൃഷ്ണൻ. നമുക്ക് ചെല്ലാനൊന്നും പറ്റില്ലായിരിക്കും എന്ന് വിചാരിക്കണ്ട. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ല തമാശക്കാരനാണ്, നല്ല കളിക്കും, കൊച്ചു കുട്ടിയാണ്. അവിടെ ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ട് കളി, ഈ ഫ്ലൂട്ട് ഊതുക, പിന്നെന്താ പശുക്കുട്ടികളെയൊക്കെ കളി. നമ്മൾ കൃഷ്ണന്റെ പടങ്ങളൊക്കെ കാണാറില്ലേ? പശുക്കുട്ടികളെയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക, പീകോക്ക് എല്ലാം. പിന്നെ മങ്കീസിനൊക്കെ ബട്ടർ, എല്ലാ വീട്ടിലും പോയി കട്ടെടുക്കും. ബട്ടർ മോളിലൊക്കെ ആയിരിക്കും ബട്ടർ വെച്ചിരിക്കുന്നത്. അപ്പൊ അവര് ഒരലും ഒക്കെ കൊണ്ട് അടുക്കി വെച്ച്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മേളിൽ കയറി അത് പൊട്ടിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ബട്ടർ വരുമ്പം അവര് ആ അടിയിൽ പോയി ഇങ്ങനെ കുടിക്കും. എന്നിട്ട് ഈ മങ്കീസിനൊക്കെ കൊടുക്കും. എന്നിട്ട് മങ്കീസ് എല്ലാം ഓടി വരും. കൃഷ്ണന് വേറെ വീട്ടിലോട്ട് ചെല്ലുന്നു എന്നറിയുമ്പോ മങ്കിക്കറിയാം കൃഷ്ണൻ ഇപ്പൊ ബട്ടർ മുട്ടിച്ച് ഞങ്ങൾക്ക് തരും. അപ്പൊ ഓടി ചെല്ലും കൂടെ. എന്നിട്ട് ബട്ടറൊക്കെ ഈ മങ്കീസിനൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ കളിക്കാം നമുക്ക്. ഗോപന്മാരായിട്ട് നമുക്ക് കൃഷ്ണന്റെ കൂടെ ഓരോന്ന് കളിക്കാം. അപ്പൊ അവിടെ ചെന്നാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ, അവിടെ ദുഃഖമേ ഇല്ല. എപ്പോഴും കൃഷ്ണന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മൾ ഗോലോകത്ത് പോകാൻ ആയിരിക്കണം നമ്മളുടെ എയിം. എന്നിട്ട് നിങ്ങൾക്ക് ലവ് എന്ന് പറഞ്ഞറിയാം? ഞാൻ പറഞ്ഞു വൈ ഷുഡ് വി ലവ് കൃഷ്ണ, പിന്നെ വാട്ട് ഷുഡ് വി ഡു വെൻ വി ലവ് കൃഷ്ണ എന്ന് ഞാൻ പറഞ്ഞു. ലവ് എന്ന് പറഞ്ഞ സ്നേഹം അല്ലേ? നിങ്ങൾക്ക് ആരോടൊക്കെ സ്നേഹമുണ്ട്? ദേവിന് ആരോടൊക്കെ സ്നേഹമുണ്ട്? അച്ഛനോടും അമ്മയോടും ഒക്കെ ഉണ്ട് അല്ലേ? ബ്രദേഴ്സ് ഒക്കെ ഉണ്ടോ? ദേവ് ഒറ്റ കുട്ടിയാണോ അതോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടോ? അനിയനുണ്ട്. അപ്പം അനിയനെ സ്നേഹിക്കുന്നില്ലേ? ഇഷ്ടല്ലേ അനിയനെ? അച്ഛനെ അമ്മയൊക്കെ ഇഷ്ടമില്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അല്ലേ? അപ്പൊ നമുക്ക് കൃഷ്ണനെയും അങ്ങനെ സ്നേഹിക്കണം. അമ്മയും അച്ഛനെയും അനിയനെയും ഒക്കെ സ്നേഹിക്കുന്ന പോലെ. അനാമികയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടോ? മാളവിക. മാളവികയ്ക്ക് എത്ര വയസ്സാണ്? ഈ വർഷം 7 ആവും. ഓ, അനിയത്തിയാണോ? മോൾക്ക് എത്ര വയസ്സാ? എനിക്കിപ്പോ 9 വയസ്സ്. ഈ വർഷം 10 വയസ്സാവും. അപ്പൊ അനിയത്തിയുണ്ട്. അനിയത്തി ഇഷ്ടല്ലേ മോക്ക്? അതുപോലെ നമുക്ക് കൃഷ്ണനെ ഇഷ്ടപ്പെടണം. എന്തിനാണ് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നത്? എന്നുവെച്ചാൽ കൃഷ്ണൻ നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ഫ്രണ്ടാണ്. കൃഷ്ണൻ നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ നമ്മുടെ അച്ഛന് അമ്മ അവരെ പോലെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനെ നമ്മൾ സ്നേഹിച്ചാല് നമുക്ക് കൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ കാണും. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കൃഷ്ണനോട് ചോദിക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കൃഷ്ണന് ഏതോ ഒരു വലിയ ആള്, നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നും.
പക്ഷേ നമ്മൾ കൃഷ്ണനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, കൃഷ്ണനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നമ്മൾ കൃഷ്ണനെ എപ്പോഴും ഓർക്കുകയും കൃഷ്ണനെ ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങുമ്പം നമുക്ക് എന്താവശ്യം വന്നാലും നമ്മൾ നാച്ചുറലി നമ്മൾ കൃഷ്ണൻ്റെ അടുക്ക പറയും, കൃഷ്ണ ഇന്ന് എനിക്കൊരു മാത്സ് ടെസ്റ്റ് ഉണ്ട്, ഞാൻ അത്രയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മ വരണേ, ഞാൻ പഠിച്ചതെല്ലാം ഓർമ്മ വരണേ എന്നൊക്കെ നമുക്ക് കൃഷ്ണനോട് ചോദിക്കാം. അപ്പൊ എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് നല്ല സന്തോഷം വന്നാലും നമുക്ക് ദുഃഖം വന്നാലും എല്ലാം നമുക്ക് അതൊക്കെ കൃഷ്ണന്റെ അടുക്ക ഷെയർ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കൃഷ്ണനെ കുറിച്ച് ഇത്രയും പറയുന്നതും. കൃഷ്ണൻ എവിടെയാ? നമ്മളുടെ ഉള്ളിലിരിപ്പുണ്ട് കൃഷ്ണൻ, അല്ലേ? ഞാനത് പകുതിയേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു ഈ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് താമരപ്പൂ ഉണ്ടാകുന്നെല്ലാം പറഞ്ഞു, അല്ലേ? ഇനി ആ ഗർഭോദകശായി വിഷ്ണു ഹു ഇസ് വൺ ഗർഭോദകശായി വിഷ്ണു ഇൻ വൺ യൂണിവേഴ്സ്, അല്ലേ? ഒരു മഹാവിഷ്ണു, ഒരു കാരണോദകശായി വിഷ്ണു ഉള്ളതിൽ നിന്ന് മില്യൺസ് ഓഫ് പ്ലാനറ്റ്സ് യൂണിവേഴ്സസ് വന്നു. എന്നിട്ട് ഓരോ യൂണിവേഴ്സിലും ഓരോ ഗർഭോദകശായി വിഷ്ണു. അപ്പൊ there are millions of ഗർഭോദകശായി വിഷ്ണു, one in each universe. എന്നിട്ട് ഈ ഗർഭോദകശായി വിഷ്ണു ഇനിയും അവതാരങ്ങൾ എടുക്കും. എന്നിട്ട് ഓരോ ലിവിങ് എൻറ്റിറ്റിയുടെ ഉള്ളിലും പോയിരിക്കും. ആ വിഷ്ണുവിന്റെ പേരാണ് ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയും. അത് നമ്മളുടെ ഓരോ പേരുടെ, ഈവൻ ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും ആ കൃഷ്ണനുണ്ട്, ആ വിഷ്ണു ഉണ്ട്. ആ കൃഷ്ണന്റെ അവതാരം വിച്ച് ക്ഷീരോദകശായി വിഷ്ണു. ആ വിഷ്ണു ഓരോ ആറ്റത്തിലുമുണ്ട്. ആ വിഷ്ണു നമ്മളുടെ ഉള്ളിലുള്ള ആ ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയും പരമാത്മാവ് എന്ന് പറയും. അപ്പൊ പരമാത്മാവായിട്ട് വിഷ്ണു, ഹു ഈസ് ആൻ ഇൻകാർണേഷൻ ഓഫ് കൃഷ്ണ. അപ്പം ഇൻ ഷോർട്ട്, കൃഷ്ണ നമ്മളുടെ ഓരോ പേരുടെ ഉള്ളിലും ഇരിപ്പുണ്ട് ആസ് പരമാത്മാ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, എത്ര നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആരാണ്? കൃഷ്ണനാണ്. വേറെ എല്ലാരെയും കാട്ടിലും നമ്മൾ പോയി അമ്മയും അച്ഛനെ കെട്ടിപ്പിടിച്ചാലും അത്രയും ഡിസ്റ്റൻസിനെ കാട്ടിലും ഹു ഈസ് ക്ലോസർ ടു യു? ദ കൃഷ്ണ ഹു ഈസ് റിസൈഡിങ് ഇൻസൈഡ് യു, അല്ലേ? അപ്പൊ ആ കൃഷ്ണന് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എപ്പോ വേണമെങ്കിലും ആ കൃഷ്ണനെ വിളിച്ചാല് കൃഷ്ണൻ ഉള്ളിൽ തന്നെ ഇരുന്ന് കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ? അപ്പം നമ്മൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കൃഷ്ണന്റെ അടുക്കൽ ഷെയർ ചെയ്യാം. നമുക്ക് വിഷമം വരുമ്പോഴും അമ്മ അടിക്കുമ്പോഴും ഒക്കെ പറയാം, കൃഷ്ണ എന്നെ അമ്മ അടിച്ചു, എന്നിട്ട് എനിക്ക് വേദന എടുക്കുകയാണ് എന്നൊക്കെ കൃഷ്ണനോട് പറയാം. അപ്പൊ കൃഷ്ണൻ എന്ത് പറയും? അപ്പൊ ഇനി മിസ്ചിഫ് ഒന്നും ചെയ്യല്ല, ഇനി കുരുത്തക്കേടൊന്നും ചെയ്യല്ല, അമ്മയും അച്ഛനും പറയുന്ന കേൾക്കണം എന്നൊക്കെ കൃഷ്ണൻ ഉള്ളിലിരുന്ന് പറഞ്ഞു തരും നമുക്ക്. നമ്മൾ നന്നാകാൻ വേണ്ടിയല്ലേ അമ്മ അടിച്ചത്, സാരമില്ല പോട്ടെ, അമ്മയ്ക്ക് പോയി ഒരു ഉമ്മ കൊടുക്ക് എന്നൊക്കെ കൃഷ്ണൻ ഉള്ളിലിരുന്ന് പറയും. ഓക്കെ? അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം, അല്ലേ? വളരെ ഒന്നും ഇന്ന് പറഞ്ഞില്ല. ഇത് കുറച്ച് സീരിയസ് ടോപ്പിക് ആയിരുന്നു. ഞാൻ ഈ കൃഷ്ണന്റെ അവതാരങ്ങളൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാനും പറ്റൊന്നുമല്ല. അത് നിങ്ങൾ പതുക്കെ പതുക്കെ ഇനിയും കേൾക്കും ഈ പേരുകൾ, കേട്ടോ. പക്ഷേ നമുക്ക് മനസ്സിലാകാനാണ് നമ്മൾ ഒരു യൂണിവേഴ്സിന്റെ അകത്ത് 14 ലോകങ്ങളുള്ളതില് ഒരു ലോകമായ ഭൂമിയില് ഭൂമിയിൽ എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര കൺട്രീസ് ഉണ്ട്, അല്ലേ? അതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൊച്ചു കൺട്രിയില്, ആ കൺട്രിയിൽ ഒരു കേരള എന്ന് പറയുന്ന ഒരു കൊച്ചു സ്റ്റേറ്റില്, ആ സ്റ്റേറ്റിൽ ഒരു ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു കൊച്ചു ഡിസ്ട്രിക്റ്റില്, ഒരു ആക്കുളം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, അവിടെ തന്നെ എത്ര മനുഷ്യരുണ്ട്, അല്ലേ? അതിൽ ഒരു മനുഷ്യനാണ് നമ്മൾ. ഒരു കുട്ടിയാണ് അനാമിക, ഒരു ബോയ് ആണ് ദേവ്.
ഞാൻ ഈ ദേവിനെയും അനാമികയും എപ്പോഴും പറയുന്ന എന്താന്ന് വെച്ചാൽ അവര് മാത്രമേ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ, ബാക്കി ആരും ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ പേര് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ഓൺ ചെയ്യണം അല്ലേ? അപ്പൊ അപ്പൊ ആലോചിക്കണം, ഹൗ സ്മോൾ വി ആർ കമ്പയർഡ് ടു എത്ര യൂണിവേഴ്സസ് ഉണ്ടല്ലേ. നമ്മുടെ സയൻസ് പോലും കണ്ടുപിടിച്ചിട്ടില്ല ഇത്രയും യൂണിവേഴ്സസ് ഉണ്ടെന്ന്. അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇത്രയും ഗവേഷണങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇത്രയും റോക്കറ്റുകളും ഒക്കെ അയച്ചിട്ട് അവർക്ക് ഇത്രയും ടെലസ്കോപ്പും ഒക്കെ വെച്ച് നോക്കിയിട്ട് അവർക്ക് ഇത്രയും ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ഇങ്ങനെ മഹാവിഷ്ണു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്വാസം വിടുമ്പോഴും എത്രയും യൂണിവേഴ്സസ് വരികയാണെന്നും ആ ഇത്രയും യൂണിവേഴ്സസിന്റെ അകത്ത് എത്രയും ഗർഭോദകശായി വിഷ്ണുകളുണ്ടെന്നും ആ വിഷ്ണുകളുടെയൊക്കെ നാഭിയിൽ നിന്നൊരു താമര വരുന്നെന്നും ആ താമരയുടെ മോളിൽ ബ്രഹ്മാവുണ്ടെന്നും ആ ബ്രഹ്മാവാണ് ഫർദർ ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ? ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ അറിയാമോ? എന്ന് വെച്ചാൽ അത്രയും നമ്മൾ നിസ്സാരമാണ്. നമ്മൾ അത്രയും ഒരു കടുകുമണിയുടെ അത്ര പോലും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാലും കൃഷ്ണൻ നോക്കിക്കേ, നമ്മൾ ഇത്രയും കൊച്ചാണെങ്കിലും കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ വന്ന് നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് കൃഷ്ണ ലവ്സ് us അല്ലേ? നമ്മളെ ഇഷ്ടമായോണ്ടല്ലേ കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ വന്ന് നിൽക്കുന്ന. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയില്, ഞാനാണ് നിന്റെ സുഹൃത്ത്, ഞാനാണ് നിന്റെ അമ്മ, ഞാനാണ് നിന്റെ അച്ഛൻ, ഞാനാണ് നിന്റെ പിതാമഹൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ അത്രയും നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ അച്ഛനാണ്, നമ്മുടെ സ്പിരിച്വൽ ഫാദറാണ് കൃഷ്ണൻ. അപ്പൊ നമ്മൾ സ്നേഹിക്കണ്ടേ കൃഷ്ണനെ തിരിച്ച്? കൃഷ്ണൻ ഇത്രയും സ്നേഹിക്കുന്നു. നമ്മളാണെങ്കിലോ നമ്മൾ കൃഷ്ണൻ ആരാന്ന് പോലും അറിയില്ല അല്ലേ? എത്ര പേർക്ക് അറിയാം കൃഷ്ണൻ ആരാണെന്ന്? ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട് കൃഷ്ണൻ എന്ന്. കൃഷ്ണൻ അറിയായിരുന്നോ? ദേവിന് അറിയായിരുന്നോ കൃഷ്ണൻ? ഉണ്ട്, നമ്മൾ ഗുരുവായൂരിലും ഒക്കെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ കുറെ ഭഗവാന്മാരെ നമ്മള് കുറെ ദേവന്മാരെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിലൊരാള് കൃഷ്ണൻ എന്നേ നമ്മൾ വിചാരിച്ചിരുന്നുള്ളൂ. എന്നാ കൃഷ്ണനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. കൃഷ്ണനാണ് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണനാണ് നമ്മളെ ഇത്രയും ലവ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ദേവിന് തന്നെ ജലദോഷമാണ് അല്ലേ? ഇപ്പൊ ദേവിന് ജലദോഷമല്ലേ? അപ്പൊ ദേവിന് തോന്നും എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന്. അപ്പൊ അച്ഛനോട് പറയൂ, അച്ഛ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ എന്ന് പറഞ്ഞ അച്ഛൻ വാങ്ങിച്ചു തരുമോ? ഇല്ല. അച്ഛൻ പറയും, മോനെ നിന്റെ ജലദോഷം മാറട്ടെ എന്നിട്ട് വാങ്ങിച്ചു തരാം, ഇന്ന് വേണ്ട, ഇന്ന് ഞാൻ വേറെ എന്തെങ്കിലും തരാം, ഞാൻ ചൂട് പാല് തരാം, അല്ലെങ്കിൽ എന്താ മോന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ബോൺവിറ്റയോ ഹോർലിക്സ് കലക്കി തരാം, എന്നിട്ട് പനിയൊക്കെ മാറുമ്പോ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്ന് പറയും അല്ലേ? എന്നാ മോന് വിഷ്കേനീട്ടമായിട്ട് ഇത്തവണ കിട്ടിയ 10 രൂപ കയ്യിലുണ്ടെന്നിരിക്കട്ടെ, അച്ഛൻ്റെ അടുക്ക പറയാതെ ഒരു ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ആ ഷോപ്പ് കീപ്പറിന്റെ അടുക്ക പറയും എനിക്കൊരു ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു. ആ ഷോപ്പ് കീപ്പർ കാണുന്നുണ്ട് മോന് ജലദോഷം ഉണ്ട് എന്നുള്ളത്, മോന് തുമ്മുന്നുണ്ട്. ഇപ്പൊ ഈ മാതാജി ഞാൻ വിചാരിച്ച പോലെ മോൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി മോന് ജലദോഷം ഉണ്ടെന്നല്ലേ? അതുപോലെ ആ ഷോപ്പ് കീപ്പറിനും കണ്ടപ്പോ മനസ്സിലായി മോന് ജലദോഷം ഉണ്ടെന്ന്. പക്ഷെ മോന് ഐസ്ക്രീം തരുമോ അല്ലെ വേണ്ട മോനെ എന്ന് പറയുമോ? ഐസ്ക്രീം തരും. ബിക്കോസ് ഹി ഡസൻറ്റ് കെയർ അല്ലേ? അയാളുടെ ഐസ്ക്രീം ചെലവാകണം എന്നുള്ളതേ അയാൾക്കുള്ളൂ അല്ലേ? അപ്പൊ ഐസ്ക്രീം എടുത്ത് തരും, എന്നിട്ട് ദാ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അതുപോലെയാണ് ദേവന്മാര്. ദേവന്മാര് നോക്കില്ല നമുക്ക് ഇത് തന്നാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കില്ല. ദേവന്മാര് അങ്ങ് തരും. അങ്ങനെയല്ലേ പറ്റിയത്? ഹിരണ്യകശിപു പറഞ്ഞു, എനിക്ക് മനുഷ്യരെന്നെ കൊല്ലാൻ പാടില്ല, ആനിമൽസ് എന്നെ കൊല്ലാൻ പാടില്ല, അസുരന്മാര് കൊല്ലാൻ പാടില്ല, ദേവന്മാര് കൊല്ലാൻ പാടില്ല, എന്നെ രാത്രി കൊല്ലല് പകല് കൊല്ലല് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ബ്രഹ്മാവ് പറഞ്ഞു ഓക്കെ. പിന്നെ വേറൊരു കഥയുണ്ട്. ശിവന്
ശിവൻ ഒരു ഭൂമാസുരൻ എന്നെന്തോ ആ പേര്, ഒരു അസുരൻ തപസ്സിരുന്നിട്ട് ശിവന്റെ അടുക്ക പറയും എനിക്കൊരു ബൂൺ വേണം. ബൂണെന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? ബൂണെന്ന് പറഞ്ഞാല് അതിന്റെ ശരിക്കുള്ള മലയാളം എനിക്കറിയില്ല. ഒരു വരം. താങ്ക് യു. വരം വേണം എന്ന് പറയും. എനിക്കൊരു വരം തരണം. എന്താണ് വരം വേണ്ടത്? ഞാൻ ആരുടെ തലയിൽ തൊട്ടാലും അയാൾ ഭസ്മമായിട്ട് പോണം എന്ന് പറയും. ഭസ്മാസുരൻ എന്നാണ് അയാളുടെ പേര്. അപ്പം ആരെ തൊട്ടാലും ഭസ്മമായി പോണം എന്ന് പറയും. അപ്പൊ ശിവൻ പറയും ഓക്കെ തരാം എന്ന് പറയും ആ വരം. എന്നിട്ട് ആ ബുദ്ധിയുള്ള അസുരൻ എന്താ ചെയ്തതെന്നറിയാം? ശിവന്റെ തലയെ കൊണ്ട് വെക്കാൻ തുടങ്ങി. അത് വർക്ക് ചെയ്യുമോ, ഈ ബൂൺ വർക്ക് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി, അത് പരീക്ഷിക്കാൻ വേണ്ടി, അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന എങ്ങനെയാ? ശിവന്റെ തലയിൽ കൊണ്ടുവയ്ക്കാം. അപ്പൊ ശിവൻ ഭസ്മമായി പോകില്ലേ? അപ്പൊ ശിവന് ജീവനും എടുത്തോണ്ട് ഓടി. അപ്പൊ ഭസ്മാസുരൻ കൂടെ പുറകെ ഓടി ശിവന്റെ തലയിൽ കൊണ്ടുപോയി വെക്കാന്. അണ്ട് ശിവൻ ഓടിപ്പോയി കൃഷ്ണന്റെ അടുക്ക പറഞ്ഞു, കൃഷ്ണ ദാ വരുന്നു പുറകെന്ന് ഒരാൾ എന്നെ കൊല്ലാൻ വേണ്ടി എന്ന് പറയും. അപ്പൊ പറയും നീ തന്നെയല്ലേ ഈ ഫൂളിഷ്നെസ് ചെയ്തത്, ഇങ്ങനത്തെ ഒക്കെ വരം നീ കൊടുക്കാമോ എന്ന് പറഞ്ഞേച്ച് കൃഷ്ണൻ ഒരു പെണ്ണിന്റെ വേഷം കെട്ടി, ഒരു സ്ത്രീ വേഷമൊക്കെ കെട്ടി ഈ ഭസ്മാസുരനെ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് ആ ഡാൻസിന്റെ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ കൈ ഇങ്ങനെ തലയിൽ വെക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. അപ്പം അയാൾ തന്നെ തലയെ കൈവച്ചു. എന്നിട്ട് അയാൾ തന്നെ ഭസ്മമായിട്ട് പോയി. അപ്പൊ സീ ദ ഡിഫറൻസ്. ദേവന്മാരെ പ്രാർത്ഥിച്ചാൽ ദേവന്മാരെ തരും. ദേ ഡോണ്ട് കെയർ നമ്മൾക്കത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. എന്നാൽ കൃഷ്ണന്റെ അടുക്കൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഹി വിൽ തിങ്ക്, ഓ ഇതിവന് കൊടുത്താൽ അത് നല്ലതല്ല, അപ്പൊ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അത് തരില്ല. അപ്പൊ നമ്മൾ എന്തു പറയും? ഓ ഈ കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ശിവനെ പ്രാർത്ഥിക്കാൻ നല്ലത്. ശിവനെ പറയുന്ന അശുതോഷ് എന്നാണ്. എന്ത് പ്രാർത്ഥിച്ചാലും ഉടനെ അനുഗ്രഹിക്കും, അത് ഉടനെ തരും എന്ന് പറയും. അപ്പൊ എല്ലാവരും ദേവന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. എന്നാൽ കൃഷ്ണനാണ് ആലോചിച്ചിട്ട് എന്തുകൊണ്ടാണ്? ജസ്റ്റ് ലൈക്ക് ദേവിന്റെ അച്ഛൻ ദേവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ദേവിന് നല്ലത് മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ? അതുപോലെ തന്നെയാണ് കൃഷ്ണൻ നമ്മളെ സ്നേഹിക്കുന്ന കൊണ്ട് നമുക്ക് നല്ലതേ തരുള്ളൂ, ചീത്ത ഒന്നും തരില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ ദേവന്മാരും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഇപ്പൊ തന്നെയായി 16 അപ്പം എല്ലാവർക്കും വിശക്കുന്നുണ്ടാകും. നമുക്ക് 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. നമുക്ക് അർജുൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേവിന് ജലദോഷമുള്ളുണ്ട്, ദേവിനെയും ഇപ്പൊ ആർക്കൊക്കെ അസുഖമുണ്ട് അവരുടെയൊക്കെ അസുഖം മാറാന് എല്ലാവർക്കും വേണ്ടി നമുക്ക് 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് നമുക്ക് ഇന്ന് നിൽക്കാം. ഓക്കെ, എന്നിട്ട് നാളത്തെ വേഴ്സ് ഞാൻ എഴുതിയിടും. 10.9 ആണ്. അനാമിക 10.10 ആണെന്ന് തോന്നുന്നു എഴുതിയിട്ടത്. 10.9 10.9 ഞാൻ ഇടും. എന്നിട്ട് അപ്പൊ അത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ട്രാൻസ്ലേഷനും പഠിക്കണം. മോക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ അമ്മയുടെ അടുക്ക ചോദിക്കണേ എന്താണ് പഠിക്കാനുള്ളതെന്ന്. അതിന്റെ അർത്ഥം കൂടെ പഠിക്കണം. പിന്നെ ഓരോ വേർഡ് മീനിങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം അതിടണ്ട, നമ്മൾ ടെസ്റ്റ് പേപ്പറിന് അത് കാണും, എക്സാമിനേഷൻ നമുക്കുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ അതൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പം എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് 3 times ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്ന എന്താണ്? സൗണ്ട് ഇൻകാർണേഷൻ അല്ലെ, ശബ്ദ അവതാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്നും പറയേണ്ടത്. അപ്പൊ അവതാരം കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. അപ്പം എല്ലാ അവതാരവും കൃഷ്ണൻ തന്നെയാണ്.
അതുകൊണ്ട് നമ്മൾ കൃഷ്ണനെയാണ് വിളിക്കുന്നത്. പിന്നെ അർജുൻ ഇപ്പോഴും ഉണ്ടോ? അർജുൻ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ട് എനിക്ക് കാണണമായിരുന്നു അർജുനനെ. ഇല്ല അല്ലേ, പോയി കാണും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യാണ്. വാഞ്ചാകൽപതരുർഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് കുട്ടികളെ. ഇനി നമുക്ക് നാളെ കാണാം. ഫ്രൈഡേ ഒഴിച്ച് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പം നല്ല കുട്ടികളായിട്ട് 8 മണിക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവരും വീഡിയോ ഇടാൻ ശ്രമിക്കണം, വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഹരേ കൃഷ്ണ ദേവ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി നമുക്ക് അടയ്ക്കാം. ഓക്കെ ഹരേ മാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. സഞ്ജന. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. നിർത്താം. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജാനു ഒന്ന് ക്ലോസ് ചെയ്യാവോ? ക്ലോസ് ചെയ്യാം മാതാജി. മാജി, എന്റെ ഫോണിൽ നിന്ന് എനിക്ക് എന്തോ പ്രശ്നം, എനിക്ക് സൂം കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ ഓക്കെ ജാനുവിന്റെ ഫോണിൽ നിന്നാ ഞാൻ കേറിയത്. അപ്പൊ ജാനു എന്നെ ക്ലോസ് ചെയ്യണം. ഞാൻ വിളിച്ചു പറയാം മാജി. ഓക്കെ ഓക്കെ. എനിക്ക് പറ്റില്ല അല്ലേ? മാജിക്ക് ഞാൻ നെക്സ്റ്റ് സൺഡേ വരുമ്പോ മാജിയെ ഞാൻ ഈ മെയിൽ ഐ ഡി വെച്ച് സൂം എൻ്റർ ചെയ്ത് തരാം. അപ്പൊ മാതാജിക്ക് ഇനി മാതാജി തന്നെ കേറി മാജിക്ക് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആണോ? ആ എനിക്കൊന്ന് ഞാൻ നോക്കണം എന്തെങ്കിലും ആദ്യം. ഞാൻ എനിക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് വരാം മാജി. വന്നിട്ട് മാജിക്ക് എല്ലാം പറഞ്ഞു തരാം. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. മാജി. ഞാനൊന്ന് വിളിച്ചിത് എൻഡ് ചെയ്യാൻ പറയാം മാജി. ശരി ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാജി ലീവ് ചെയ്തോളണം മാജി. ഞാനിത് നോക്കിക്കോളാം. ശരി. ഹരേ കൃഷ്ണ. Hang on.